മാതാപിതാക്കളോട് കാണിക്കേണ്ട കടപ്പാടുകളെ ഇനി പറയുന്ന രീതിയിൽ വർഗീകരിക്കാം. അവരുടെ ജീവിതകാലത്ത് 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ മരണപ്പെട്ടതിന് ശേഷവും നമ്മൾക്ക് ജീവിതം ഉണ്ടെങ്കിൽ 4 കാര്യങ്ങൾ സ്പെഷ്യലായി ശ്രദ്ധിക്കുകയും വേണം. 1, അവരുടെ ജീവിതകാലത്ത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം. ശറഇന് വിരുദ്ധമല്ലാത്ത എന്തു പറഞ്ഞാലും നമ്മളത് അനുസരിക്കണം. നബിയെ, എൻ്റെ വാപ്പ പറയുന്നത് എൻ്റെ ഭാര്യനെ ഞാൻ ത്വലാക്കല്ലണം, അത്തി അബാഖ്, ഉപ്പാനെ വഴിപ്പെടണം എന്നാണ് പറഞ്ഞേക്കണം. എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഉമ്മ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് അനുസരിച്ചിരിക്കണം. അത് എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട്. ബക്കറ്റ് വരുന്നുണ്ട്, നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് ഒന്നാമത്തത്. ഒരു പക്ഷെ അത് വലിയ ടാസ്ക് ആയിരിക്കും. സാധേ എൻ്റെ ഉമ്മാക്ക് അത് മനസ്സിലാവാത്തോണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഉപ്പ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, അത് സ്വീകരിക്കാൻ നമ്മളെ മനസ്സിന് അത്രയും വെറുപ്പുണ്ട്, അത്ര ഇഷ്ടപ്പെട്ട പെണ്ണാണ്, ഓളെ കെട്ടണമെന്ന് അതിയായ പൂതിയുണ്ട്. ഉമ്മ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് അത് ഖൈറാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിനക്കത് ഷർറാവാനുള്ള സാധ്യതയുണ്ട്. മൻ തറക ലില്ലാഹി തആല അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹാ. ഒരു കാര്യം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഖൈർ അള്ളാഹു നമുക്ക് നൽകും. സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തെറ്റിന് ക്ഷണിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞു. അതേ സലീഖയെ തന്നെ പിന്നീട് വയസ്സൊക്കെ കുറച്ച് സുന്ദരിയാക്കിയിട്ട് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്. ഈ ചരിത്രം മഹാന്മാർ വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു ആശയമാണ്, ഒരു കാര്യം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ എല്ലാം മിഠായി കൊടുക്കലും എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് മനസ്സിലാണത് ചെറുക്കൻ ബിദ്അത്തുകാരനാണ്, പുത്തൻവാദിയാണ്. കുടുംബക്കാർക്ക് തമ്മിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് മൊമെന്റിലാ മനസ്സിലാവണത് ബിദ്അത്തുകാരനാണ്. മൻ തറക്കലില്ല, മോളെ നീ അള്ളാഹ് വേണ്ടിയിട്ടല്ലേ ഒഴിവാക്കിയത്, ആദ്യനേക്കാൾ സൂപ്പർ ആഖിറത്തിലല്ല, ആഖിറത്തിൽ എന്തായാലും കിട്ടും, ദുനിയാവിൽ അള്ളാഹു നൽകുന്നതാണ്. അപ്പൊ നമ്മളെ ഉപ്പയുമ്മി ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ കാര്യം എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കണം. രണ്ടാമത്തത്, അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്തരുത്. അതൊരു അദബാണ്. ഒരു ആ മഹാൻ വലിയ ഹദീസ് പണ്ഡിതനാണ്. ഉമ്മ വിളിച്ചു, എന്തുമ്മ? ഉമ്മ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. പിന്നെ ഈ മഹാൻ ഇങ്ങനെ പെട്ടെന്നൊരു ടെൻഷൻ. എന്താ ടെൻഷൻ? പിന്നെ ഞാൻ നേരത്തെ എന്തേ ഉമ്മാക്ക് ഉത്തരം കൊടുത്തത് കുറച്ച് സൗണ്ട് കൂടിപ്പോയ റബ്ബേ, ഉമ്മാനേക്കാൾ. അത് പ്രശ്നമാണല്ലോ അല്ലേ? വേഗം അങ്ങാടിയിൽ ചെന്ന് വളരെ വിലപിടിപ്പുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു. ലക്ഷങ്ങൾ വിലയുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ നേരത്തെ എൻ്റെ ഉമ്മനോട് എന്തുമ്മാന്ന് ചോദിച്ചപ്പോഴേ കുറച്ച് സൗണ്ട് കൂടിപ്പോയിന്, ഞാനിതാ 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ട് നിന്നോട് പറയാണ്, പൊരുത്തപ്പെട്ട് തരണേ, അറിയാതെ സംഭവിച്ചു പോയതാണ്. കണ്ടോ? ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം തന്നെ പറഞ്ഞൂടെ തങ്ങാളി വാങ്ങാൻ, ഇനിയിപ്പോൾ ആദ്യം പോകണോ വെയിലത്ത് എന്ന് ചോദിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും. എനിക്ക് വേണ്ട ഫുഡ്, വേണ്ട ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ മോനിത് ആരാണ് ഈ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാല്, ഉപ്പാക്കുമ്മാക്കും പരിഗണന കുറഞ്ഞ സുഹൃത്തുക്കൾക്ക് പരിഗണന കൂടുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാൾ ഏതായാലും സമയമാകുമ്പോൾ സംഭവിക്കൂ. നമ്മളായിട്ട് എവിടെയോ ഉള്ള ഖിയാമത്ത് നാളിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളായിട്ട് അതിൻ്റെ സമയം കുറച്ച് നേരത്തെ ആക്കണ്ട. ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള പ്രാധാന്യമൊന്നും വേറൊരാൾക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം SSFന്റെ സാഹിത്യോത്സവ്, ഡിവിഷൻ സാഹിത്യോത്സവ് ഇവിടെയാണ്. വളരെ ഭംഗിയായി പൂർത്തിയാക്കി നാളേക്കുള്ള കുറേ ആലിമീങ്ങളെയും സംഘടനാ പ്രവർത്തകരെയും രൂപപ്പെടുത്തുന്ന പദ്ധതിയാണ് സാഹിത്യോത്സവം. കഴിഞ്ഞ 31 വർഷങ്ങളായി സാഹിത്യോത്സവം നിർവഹിച്ചു പോരുന്ന ദഅവത്ത് എന്ന് പറയുന്നത് ആയിരങ്ങളായ മക്കളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ സംഘടനക്ക് 1000
ഭടന്മാരെ നിർത്താനൊക്കെ സാഹിത്യോത്സവ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇക്കുറി ഇവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും അതിനെ ഏറ്റവും മനോഹരമാക്കാൻ ശ്രദ്ധിക്കണം. ഇടയിൽ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളൊരു മത്സരം ഫലം റിസൾട്ട് വരുമ്പോൾ കാതോർക്കും. ആവേശകരമായ സംഘഗാനം കാറ്റഗറി ബി മത്സരത്തിൻ്റെ ഫലം അറിവായിരിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. നേരത്തെ വൈകുന്നേരം നടന്ന സംഘഗാനം അല്ലേ, ഗ്രൂപ്പ് സോങ്, ആരായിരിക്കും ഫസ്റ്റ് അല്ലേ? നിങ്ങൾ അതിന് വേറൊരു ആംഗിളാണ് ഞാൻ പറയാൻ പോണത്. ഒരു മനുഷ്യൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടുള്ള റിസൾട്ട് പുറത്തു വരുന്നു. 1-ാം സ്ഥാനം ഉമ്മ. ഉമ്മാനോടല്ലേ ദുനിയാവിലെ ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത്? ഉമ്മാനോടല്ലേ. 2-ാം സ്ഥാനം ഉമ്മ. 2-ാം സ്ഥാനം ഉമ്മ തന്നെ. അത് 1-ാം സ്ഥാനം കിട്ടിയില്ലേ? അതെ, ഉമ്മ തന്നെ. 3-ാം സ്ഥാനം ആർക്കായിരിക്കും? ഉമ്മ തന്നെ. ആദ്യ 3 സ്ഥാനങ്ങളും ഉമ്മ തന്നെ. മോനെ, നീ എത്ര ചെയ്താലും അത് പൂർത്തിയാവൂല. നിങ്ങൾ ആലോചിക്കേ. 4-ാം സ്ഥാനം ഉപ്പ, അബൂക്ക്, നിന്റെ ഉപ്പ. സാധാരണ 3 സ്ഥാനങ്ങളാണ് പറയാറുള്ളത്. പിന്നെ എ ഗ്രേഡ് ഉള്ളത് ചിലത് പറയും, വിത്ത് എ ഗ്രേഡ്. 4-ാം സ്ഥാനം ഉപ്പ. ഉപ്പാനോടും കടപ്പാടുണ്ട് കേട്ടോ. ആദ്യ 3 സ്ഥാനം വാങ്ങിയ ആളാണ് ഉമ്മ. എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുക? ഈ ഹദീസിന് എന്ത് വ്യാഖ്യാനമാണ് നമ്മൾ കൊണ്ടുവരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. യാ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ വയ്യ. ഉമ്മാരെ നജസ് വൃത്തിയാക്കും, കാഷ്ടം മൂത്രം എല്ലാം ഞാനാ ശുദ്ധിയാക്കി കൊടുക്കുന്നത്. ഉമ്മാനെ ചുമന്നിട്ട് ഞാൻ നടക്കാറുണ്ട്. ഫഹൽ അദ്ദൈതു ഹഖഹ, എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ? ഇല്ല. എന്തേന്ന് വെച്ച്, ഇപ്പോൾ നീ ഉമ്മക്ക് കടപ്പാടുകൾ നിർവഹിച്ച് പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ നീ ചിന്തിക്കണത് ഉമ്മ മരിക്കണവരെ അല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ. എന്തെങ്കിലുമൊക്കെ അസുഖബാധിതയായി ഉമ്മ ഹോസ്പിറ്റലിലെത്തിയാൽ 4, 5, 6, 7 ലക്ഷമൊക്കെ ചിലവായാൽ പിന്നെ നമ്മൾ ദിക്ർ ഹൽക്കും സ്വലാത്ത് മജ്ലിസിനും പേപ്പർ കൊടുത്തേക്കും, കുറേയായി ഉമ്മ അസുഖത്തിലായിട്ട് സലാമത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന്. അതിൻ്റെ ഒരു ഷറഹ് മരിക്കാൻ വേണ്ടിയെന്നും കൂടി ആയിരിക്കും. അപ്പോൾ നീ ഇപ്പോൾ ഉമ്മയുടെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നീ ചിന്തിക്കണത് ഉമ്മ മരിക്കണം എന്നാ. എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്ന്. നിൻ്റെ ചെറുപ്പത്തിൽ ഉമ്മ ഇടത് വലത് കൈ വ്യത്യാസമില്ലാതെ നിൻ്റെ നജസ് മുഴുവൻ വൃത്തിയാക്കി തരുമ്പോൾ ഉമ്മ ചിന്തിച്ചത് നീ വളരണം, വലുതാവണം എന്നാ. ഇപ്പം നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കുന്നവരല്ലേ ചെയ്യേണ്ടതുള്ളൂ. എത്ര ഡിഫറൻസ് ഉണ്ട്! ഇല്ല മോനെ, ഇല്ല. ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് മക്കയിലേക്ക് ഒരുപാട് തവണ എൻ്റെ ഉമ്മാനെ ചുമന്നു കൊണ്ടുവന്നു. തവാഫ് ഉമ്മയെയും വഹിച്ച് ഞാൻ ചുറ്റി കഅബ. മസ്അയിൽ നടന്നു, സഫ മർവക്കിടയിൽ. കടപ്പാട് തീരോ? ഇല്ല. അതെ, പൂർണ്ണ ഗർഭം ധരിച്ച കാലത്ത് ഉമ്മായുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന്, ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നീ ഇടതുനിന്ന് വലത്തോട്ടേക്ക് ചെരിയുന്ന സമയത്ത് ഉമ്മ അനുഭവിച്ചൊരു വേദനയില്ലേ, അതിൻ്റെ ഒന്നും പകരാവൂല മോനെ, ആവൂല. ആ മടിയിലാണ് നമ്മൾ ആദ്യം മൂത്രമൊഴിച്ചത്, ആ മടിയിലാണ് നമ്മളെല്ലാം നിർവഹിച്ചത്. മുലപ്പാല് തരുന്ന സമയത്ത് എത്ര തവണയാണ് നമ്മൾ പല്ല് മുളച്ചക സമയത്ത് കടിച്ചു കടിച്ചു മുറിപ്പെടുത്തിയത്. എത്രയെത്ര രാത്രികളാണ് നമുക്ക് വേണ്ടി അവരുറക്കൊഴിഞ്ഞത്. അപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. ചില ആൾക്കാർ സ്വന്തം ഭാര്യൻ്റെ മുമ്പിൽ നിന്നൊക്കെ വാഷളാക്കി വിടും ഉമ്മാന. അല്ലാ, അതിൻ്റെ ഒക്കെ ശിക്ഷ എങ്ങനെയാ പറയാ? 3, അവരെ കരുണയോടെ നോക്കണം. മാതാപിതാക്കൾ എപ്പോഴും സ്നേഹത്തോടെ അവരെ കരുണയോടെ നോക്കുന്നത് തന്നെ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയാണ്. ആ ഉമ്മ പോയാൽ തീർന്ന്. പിന്നെ യൂട്യൂബിൽ പ്രസംഗം ഉമ്മാനെ കുറിച്ച് കേട്ടിട്ട് കരയാന്നല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടാവില്ല. ഉമ്മ ഉള്ള കാലത്ത് ഈ കൂലി മുഴുവനും വാരിക്കൂട്ടണം. നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ലൈറ്റും നമ്മുടെ കണ്ണിലുണ്ട് എന്നാണ്. ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയൊരു ലൈറ്റും നമ്മുടെ കണ്ണിലില്ല എന്നാണ്. വീട്ടിലെ CFL ഓഫാക്കി എന്നല്ല, സൂര്യന് അസ്തമിച്ച പോലെയാ. ഇനി ഒരു പ്രശ്നം ആരോടാ പറയാ? ഒരു തണുപ്പുള്ള കൈ നമ്മുടെ നെറ്റിത്തടത്തിൽ വന്നിട്ട് പേടിക്കേണ്ട മോനും ഉമ്മയില്ലേ മോനിക്ക്, ഇങ്ങനെ പറയാൻ ഒരാളുണ്ടാകുന്ന അത്ര കാവൽ നമുക്ക് വേറെ എവിടെ കിട്ടുക? വേറെ ആരോടാ ഇത് പറയാ?
പനിയൊക്കെ വന്ന കാലത്ത്, കുഞ്ഞിളം കാലത്ത് ഉമ്മ ഇടക്കിടേ വരും നമ്മുടെ അടുത്ത്. നെറ്റിയിൽ ഇങ്ങനെ തൊടും. കുറവുണ്ടാവാന് അന്ന് രാത്രി ഒരു തരി ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവോ? അതിന് ഉമ്മാക്ക് ഉറക്കം കിട്ടുമോ? സ്കൂളിലൊക്കെ അയക്കുന്ന കാലത്ത് ദോശയൊക്കെ പാചകം ചെയ്യുമ്പോൾ ഒരു ദോശ ചുട്ട് വേഗം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് ദമോനെ കറി ഒഴിക്ക്. അപ്പോൾ ഉമ്മ ഇങ്ങനെ നടന്നിട്ട് ചുടുമ്പോൾ വിഷമാന്നല്ലോ. എന്ത് വിഷമൂടാ? അതിൻ്റെ ഇടയിൽ കാലിന് വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. എന്നാൽ എത്ര ദോശയാണ് നമ്മളെ കൊണ്ട് തിന്നിപ്പിച്ചത് ഉമ്മ. എന്നിട്ട് കളിച്ച് ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ തിന്നാൻ വിചാരിച്ച് 2 ദോശയോ പത്തിരിയോ പത്തലോ അവിടെ ഉണ്ടാവും. ഉമ്മ കുളിച്ച് വൃത്തിയായി അടുക്കളയൊക്കെ ഒന്ന് ശരിയാക്കി പാത്രമൊക്കെ കഴുകിയിട്ട് തിന്നാൻ 11:30 എന്ന് കരുതുമ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഉമ്മ എന്തെങ്കിലും തിന്നാനുണ്ടോ? ഉണ്ടല്ലോ, ഫുഡ് ഉണ്ടല്ലോ. നീ എന്തായാലും ചോദിക്കുമെന്നറിയാം, എടുത്തു വെച്ചിട്ട്. ഉമ്മ ഭക്ഷണം കഴിച്ചോ? എന്താണെന്നറിയില്ലടോ, ഇന്ന് തീരെ ഒരു വിശപ്പില്ല. ഇതിനെന്താ പറയേണ്ടത്? സത്യം പറഞ്ഞു എന്നാണോ, കളവ് പറഞ്ഞു എന്നാണോ, സ്നേഹിച്ചു എന്നാണോ? വാക്കുകൾക്ക് അതീതമാണ് ഉമ്മ എന്ന 2 അക്ഷരം. വ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്താണ് ഉമ്മ എന്ന അക്ഷരം തന്നെ. ആ ഉമ്മ എന്ന പദത്തിൽ തന്നെ ഒരു ഉമ്മ വക്കലുണ്ട്. കൂട്ടുകാരെ, എന്നെങ്കിലും ഉമ്മയുടെ ഒരു മാക്സി നമ്മൾ അലക്കി കൊടുത്തിട്ടുണ്ടാവോ? ആൺപിള്ളേരോടാ ചോദ്യം. ഉണ്ടാവോ? ആ ഉമ്മാൻ്റെ മുമ്പിൽ നിന്ന് ശബ്ദം ഉയർത്തരുത്. കരുണയോടെ നോക്കണം. ബുഖാരി ഇമാം റഹിമഹുല്ലയുടെ ഉസ്താദുമാരിൽപ്പെട്ട ചില ഉസ്താദുമാരുടെ ചരിത്രമുണ്ട് കിതാബിൽ. അവർ ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കൂല. എന്താ അതിൻ്റെ കാരണം എന്ന് ശിഷ്യന്മാർ ഒരു തവണ ചോദിച്ചു. ഉസ്താദ് ഉമ്മാനെ കുറിച്ച് നല്ലോണം നമ്മളെ ക്ലാസ്സിൽ പറയും, ഉമ്മാനെ സ്നേഹിക്കുന്നതിൻ്റെ അനിവാര്യതയും ഉസ്താദിനെ തന്നെ ഉമ്മാക്ക് വലിയ ഇഷ്ടമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ ഇന്ന് വരെ ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് കാരണം ഉസ്താദെ? അതിൻ്റെ കാരണം എന്താ പറഞ്ഞതെന്നറിയോ? ഞാനിപ്പോൾ ഉമ്മാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം അവിടെ ഉണ്ടായിന്ന് കരുതാം. ഞാനത് അറിയില്ല. ഉമ്മാക്ക് ആ മീൻ ഫ്രൈ ആക്കിയത്, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പീസ്, ആപ്പിളിൻ്റെ കഷ്ണം അത് തിന്നണമെന്ന് ഉമ്മാക്കിൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതറിയാതെ ഞാൻ അങ്ങനെ ആ ഓറഞ്ച് എങ്ങാനും തിന്നാൽ, ഉമ്മ ആഗ്രഹിച്ചൊരു സാധനം ഞാൻ തിന്നാൽ, പിന്നെ ഞാനെന്തിനാ ജീവിക്കണത്? അതുകൊണ്ട് എൻ്റെ ഉമ്മ തിന്ന് തീർന്ന് ഉമ്മാക്ക് വയറ് ഫുള്ളായ ശേഷം മതി എൻ്റെ ഇരുത്തം എന്ന് ബുഖാരി ഇമാമിനെ രൂപപ്പെടുത്തിയ ഉസ്താദുമാരുടെ ജീവിതം. ഇതാണ് ഇസ്ലാം ഉമ്മക്കും ഉപ്പക്കൊക്കെ കൊടുത്ത പ്രാധാന്യം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുകയെ, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മുഅ്മിനാവില്ല. സഹാബത്ത് ചോദിച്ചു, ഇതാരെക്കുറിച്ചാണ് ഈ പറയണത്? വീണ്ടും നബി തങ്ങളുടെ പ്രഖ്യാപനം, വല്ലാഹി ലാ യുഅ്മിൻ, ഒരുത്തൻ മുഅ്മിനാവില്ല. ഖാലു, സഹാബത്തിന്റെ ചോദ്യം, തങ്ങൾ ആരെക്കുറിച്ചാണ് പറയണത് നബിയെ? അയൽവാസിക്ക് ഒരാൾ വരുമ്പോൾ തന്നെ ഭയങ്കര പേടി, അയാൾ മുഅ്മിനാവില്ല. നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ വണ്ടി കണ്ടപ്പോൾ അയൽവാസിക്ക് പേടി, അല്ലാഹ് എന്തെങ്കിലും ചെയ്യോ, പറയോ, ആചാരെന്തെങ്കിലും ചെയ്തേക്കോ. നമ്മളെ അയൽവാസിക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനല്ല എന്ന് പ്രഖ്യാപിക്കുക. ഹദീസ് എങ്ങനെ? അയൽവാസികൾക്ക് മുഴുവനും, ചുറ്റുവട്ടത്തുള്ള റൂമുകാർക്കും റൂംമേറ്റ്സുകാർക്കും അയൽവാസികൾക്കും നമ്മെ എപ്പോഴാണോ നിർഭയത്വത്തോടു കൂടി കാണാൻ കഴിയുന്നത് അന്നാണ് നമ്മൾ മുഅ്മിനാവുന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അയൽവാസിക്ക് നമ്മളെ പേടിയില്ലാതിരിക്കണം, അപ്പോഴാണ് മുഅ്മിനാവുക. ഒരു മദ്യപാനിയായ ആള്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആള്, പുതിയ കാലത്തെ ഭാഷയിൽ MDM തട്ടിയ ആള് നടന്നു വരുമ്പോൾ അയൽവാസിയെല്ലാം അടുക്കട്ടെ, ഉമ്മാരെന്നെ മുട്ട് വിറയ്ക്കുന്നു, സഹോദരിയുടെ നെഞ്ച് പിടക്കാണ്, ഭാര്യ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇയാൾ മുഅ്മിനാവുക? അപ്പോൾ ഒരു മുഅ്മിൻ എങ്ങനെയാ ലഹരി ഉപയോഗിക്കുക? മോനെ, അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയേക്കണം. 4, അവർക്ക് എപ്പോഴും ദ്വാരക്കണം. മാതാപിതാക്കൾക്ക് ദ്വാര ചെയ്യാത്തവരുടെ ജീവിതത്തിൽ ബർക്കത്ത് കുറയുന്ന. എല്ലാ വഖ്തും നിസ്കാരശേഷം ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാര ചെയ്യണം. നമുക്കറിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറയണം. 5, പരമാവധി അവരുടെ തൃപ്തി വാങ്ങാനുള്ള പണി നമ്മൾ എടുക്കണം. സാധാരണ ഈ സോപ്പിടൽ എന്ന് പറയുന്ന പരിപാടി പറ്റൂല, മുദാഹനത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയല്. പക്ഷെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ സ്നേഹം വാങ്ങാൻ വേണ്ടി, ഉമ്മാക്ക് എന്താ വേണ്ടി, ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട്, ഉമ്മാക്ക് എന്താ വാങ്ങേണ്ടത്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പറയൂ, എന്തേലും വാങ്ങിയാൽ മതി മോനെ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോഴല്ലേ അമ്മക്കൊരു സന്തോഷം ഉണ്ടായാലും ഉമ്മ പറയും, കേട്ടോ. എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉമ്മാനോട് പറയാം, ഉമ്മ പറഞ്ഞ ആ മാങ്ങ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്.
അത് ഉമ്മാനെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പണിയെടുത്തതാണ്. ഉപ്പാക്ക് ഈ കടലമിഠായി ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാൻ കൊണ്ടുവന്നതിന് ആ കണ്ടപ്പോൾ തന്നെ ഉപ്പാനെ ഓർമ്മ വന്നു. അപ്പോൾ ഉപ്പാൻ്റെ കൽബിലൊരു ചെറിയൊരു എന്താ വരിക എന്ന് വെച്ചാൽ കരച്ചിലാണോ സന്തോഷമാണോ എന്തോന്ന് വരും. അവിടെ വെച്ച ഞാൻ തിന്നോളാം എന്ന് പറയും. അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്കറിയാം. ഈ ചില ആൾ ഭയങ്കര പ്രോട്ടോക്കോളാണ്. എന്തെങ്കിലുമൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞാൽ മസല പ്രകാരം അത് പറ്റില്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദൈൻ മിൻ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കൾക്കെതിരെ നീ മസല പറയലുണ്ടല്ലോ, അതെന്നെ ഒരു സുഖക്കുറവുള്ള പരിപാടിയാണ്. ഷാഫി ഇമാമിനോട് ഒരാൾ ചോദിച്ചല്ലോ, ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടി, ഉമ്മാന്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റൂല. ചിലപ്പോൾ ചില സുന്നത്ത് തന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടി വരും. എന്ത് സുന്നത്ത്? ഫർളിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്ക്. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ആൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു. ഉമ്മാക്ക് വിഷമാവോ എന്ന് പേടിയായി. നമുക്ക് ഉടനെ കൈകൾക്ക് പോവുക. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? അള്ളാഹുവിനോട് വർത്താനം പറയുന്ന പരിപാടി. നിസ്കാരത്തിൽ കൈ ഇളക്കാൻ പറ്റുമോ? പറ്റൂല. ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈ ഇളക്കാൻ പോവാ. ഉമ്മ പറയാണ്, ഇന്ന് രാത്രി ഇടയ്ക്കിടെ ഈ കറണ്ട് പോകുന്നതുകൊണ്ട് ഇടിയും മിന്നലൊക്കെ വരുന്നതുകൊണ്ടും മഴ പെയ്യുന്നതുകൊണ്ടും കാറ്റ് വീശുന്നതുകൊണ്ടും എന്തോ ഒരു പേടി, തെങ്ങൊക്കെ പൊട്ടി വീണല്ലോ. എന്താ മോനെ, ഞാനിങ്ങനെ ഇന്നലെയും എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് നിന്നോട് പറയലെന്ന് വിചാരിച്ചു. 21 രാവാണല്ലോ അല്ലേ, റമദാനാണ്. നീ പള്ളിയിൽ നിന്ന് കുറേ ഇബാദത്തൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് ഇന്ന് ഉമ്മാക്ക് തറാവിക്ക് ഇമാമത്ത് നിന്നിട്ട് ഇന്ന് ഇവിടെ നിന്ന് നിസ്കരിക്കോ മോനെ, ചെറിയൊരു പേടി ഉമ്മാക്ക്, എന്താണെന്നറിയില്ല. ഉപ്പാനോട് അത് പറയാനൊരു വിഷമമാണ്, നീ ഒന്ന് നിൽക്കുമോ? എന്താ അവിടെ മസല? വീട് നിന്നോളം. ഉമ്മ ഞാനിവിടെ 20 റക്അത്ത് തറാവി നിസ്കരിച്ച് വിത്തറക്കം നിസ്കരിച്ച് പോകാതിരിക്കുക എന്തേലും ചെയ്തോ, ഇനിയിപ്പോൾ ഉമ്മാക്ക് ഇവിടെ കൂട്ടി നിന്നോളണം. ഇത്തരം മസലകൾ വിശദമായി പഠിക്കാൻ വേണ്ടി ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു ബിർറുൽ വാലിദൈനി എന്നൊരു കിതാബിന് എഴുതി വെച്ചിട്ടുണ്ട്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് കോപ്പി അവൈലബിളാണ്. ഒരു മഹാൻ തൻ്റെ ഈന്തപ്പനത്തോട്ടത്തിലെ ഒരു ഈന്തപ്പന മരം ഇങ്ങനെ മുറിക്കാൻ ഒരുങ്ങുക. അപ്പോൾ കൂടുള്ളവർ ചോദിച്ചു, എന്താ ഇത് മുറിക്കണത്? കാരണം നോക്കണേ, അത് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, വാഴൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാമ്പുള്ള പോലെ ഇതിൻ്റെ ഈ തടീൻ്റെ ഉള്ളിലുള്ളൊരു സാധനം എടുക്കാൻ വേണ്ടിയാണ്. അതെന്തിന്? അല്ല, അത് കിട്ടാൻ വേണ്ടിയാണ്. അത് ഈ യഥേഷ്ടം അങ്ങാടിയിൽ കിട്ടൂലേ, 2 ദിർഹം കൊടുത്താൽ കിട്ടുമല്ലോ. നിങ്ങൾ ഈ ഈന്തപ്പന മരം എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം പൂത്തുലയുന്ന മരമല്ലേ? ഇതല്ലേ കഴിഞ്ഞ ദിവസം ലേലത്തിന് വെച്ചപ്പോൾ 1000 ദിർഹമിനൊക്കെ വിളിച്ചെടുക്കാൻ ആളുണ്ടായിരുന്നല്ലോ. നിങ്ങളെന്താ ഇത് തന്നെ വെട്ടി മുറിക്കണത്? അത് കിട്ടാൻ വേണ്ടി. അത് കിട്ടണമെങ്കിൽ അങ്ങാടിയിൽ ചെന്ന് 2 ദിർഹം കൊടുത്താൽ വാങ്ങാം. ഇനി വാങ്ങണില്ലേ, വേറെയും കുറേ ആയിരക്കണക്കിന് മരങ്ങളില്ലേ, ഏതെങ്കിലും ഒന്ന് വെട്ടിയാൽ പോരെ, കിട്ടുമല്ലോ. അപ്പം മഹാൻ്റെ ഉത്തരം എന്താ പറയുക? അതെ, കുറച്ച് നേരത്തെ ഉമ്മ ഇതിലൂടെ ഇങ്ങനെ ഈ തോട്ടത്തിൽ ഇറങ്ങിയിരുന്നു. എൻ്റെ ഉമ്മയെ ഇതിങ്ങനെ തടി തൊട്ടിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ നല്ല കാമ്പുണ്ടാവും അല്ലേ, അങ്ങനെ പറഞ്ഞു. ഇനി വേറെ വർത്താനമില്ല. എൻ്റെ ഉമ്മാക്ക് ഇത് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഒരു ന്യായം ഇവിടെ ഫിറ്റാവില്ല. ഉമ്മ അത് പറഞ്ഞു, വേറെ വർത്താനം ഇല്ല. എല്ലാ മോനെ, നിനക്ക് ഇടക്കിടക്കൊക്കെ ലീവിന് നാട്ടിലേക്ക് വന്നൂടെ? ഉമ്മ എങ്ങനെ വരിക? ടിക്കറ്റ് ഫെയർ അല്ല, നിന്നെയൊക്കെ ഒന്ന് കാണാൻ പുതിയല്ല മോനെ, ഞാനൊക്കെ എപ്പോൾ മരിക്കാന്ന് പറയാൻ കഴിയില്ല. അതിനല്ലേ വീഡിയോ കോൾ ചെയ്യണത്. എന്നാൽ നിൻ്റെ ഭാര്യ ഫൗസിയാനെങ്കിലും അയച്ചൂടെ? ഓളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷെ ഓള് പറയണത്, നിങ്ങളില്ലാതെ ഞാനങ്ങനെ പോവാം, മിസ്സിങ് ബിബസിനി മിസ്സിങ്. ഈ ചെറുക്കൻ കഴിഞ്ഞ കൊല്ലം വർഷത്തിൽ 2 തവണ നാട്ടിലേക്ക് വരാറുണ്ട്. അല്ലാതെ ടിക്കറ്റ് ഫെയർ ഭയങ്കര പൈസ അല്ലേ? ഉമ്മ റബിയുൽ അവ്വലോ റമദാനിലോ നാട്ടിൽ കൂടിയാലേ റാഹത്താവുള്ളൂ. ഭാര്യ നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ റാഹത്തുണ്ടാവും. ഭാര്യനെ കൂടെ കൂട്ടിയാൽ പിന്നെ റാഹത്ത് കുറയും. ഉടായിപ്പേ പല മോഡലിലും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഉമ്മ ഉപ്പാക്ക് ഫസ്റ്റ് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഭാര്യനോടും കടപ്പാടുണ്ട്, ഉമ്മായേക്കാൾ വലുതല്ല ആ കടപ്പാട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇനി അവരുടെ മരണശേഷം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സ്വാഹിബുൽ മുഗ്നി ഖതീബ് ഷിർബീൻ റഹിമഹുല്ലാഹ് സിറാജുൽ മുനീർ എന്ന പ്രശസ്തമായ തഫ്സീർ ഗ്രന്ഥത്തിൽ എഴുതി വെക്കണം.